ഇന്ന് എന്റെ രണ്ട് മക്കളെ കാണാൻ എന്തോരം ചേലാണ്, ഭംഗിയാണ്. അയ്യോ, അതെന്താ അല്ലെങ്കിൽ ഞങ്ങളെ കാണാൻ ഭംഗി ഭംഗിയില്ലേ? പക്ഷെ എന്തോ ഒരു പ്രത്യേകത അല്ലേ ഇന്ന്? അതെന്താ പ്രത്യേകത? കൃത്യമായി ഒന്ന് പറയണം. പറഞ്ഞേ. അതെ. എന്താണ് പ്രത്യേകത എന്ന് കൃത്യമായി പറയണം. ആ, അതെ, പതിവ് പോലെയല്ല. എന്തോ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ആ ഓർണമെന്റ്സ് ആണ്. യെസ്. അതെ, ഞങ്ങൾ എന്തും ഇടുന്ന പോലത്തെ ഓർണമെന്റ്സ് അല്ല നല്ല ഭംഗി, ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗി. അതെ, പക്ഷേ ഇതൊരു പ്രത്യേകത ഉണ്ട്. അതങ്ങനെ വെറുതെ ഞങ്ങൾ ഇട്ടിട്ട് വന്നതല്ല. മീനൂട്ട ക്ലൂ കൊടുക്കാം. ഒരു ക്ലൂ ഉണ്ട്, പറഞ്ഞു കൊടുക്കാൻ. പറയട്ടെ ക്ലൂ. ഞാൻ പറയട്ടെ ക്ലൂ. ആരും കൊതിച്ചു പോകും. അതെ, ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എവിടെയാ എവിടെ? ഉള്ളത്? ലാലേട്ടൻ. ലാലേട്ടനല്ലേ? യെസ്, അത് തന്നെ. ലാലങ്ങളുടെ ഓർക്കുമ്പോൾ തന്നെ ഈ ഓർണമെന്റ്സും കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുമല്ലോ. അതെ അതെ അതെ. അതെ, നമ്മുടെ വിൻസ് മേരാജ് വെൽസ് ആണ് ഇന്ന് എന്റെയും ആര്യ ചേച്ചിയുടെയും ഓർണമെന്റ്സ് ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത്. ലോകസുന്ദരൻ വരാഞ്ഞാലയേ ചൊൽക കിമ്മേ പ്രയോജനം അളിവേണി എന്തു ചെയ്യും. ചെയ്യൂ. എന്തായാലും എന്റെ രണ്ട് മക്കളുണ്ട്, അല്ലെങ്കിൽ തന്നെ ചുന്ദരികളാണ്. ഇതും കൂടെ ആയപ്പോ കംപ്ലീറ്റ് ഡബിൾ സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് വിൻസ് മേരാജ് വെൽസിന്. എം ജെ അങ്കിളുടെ മധുവങ്കളുടെ ഇതിലും വലുത് പറഞ്ഞ് ഞങ്ങൾ ചെയ്യിക്കാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഉടനെ വരും. ലാലങ്കൾ ചെയ്തില്ലേ, അതിലൊരു ഡാൻസ് ചെയ്തില്ലേ, ഇതൊക്കെ ഇട്ടിട്ട് ഒരു അതെ, വെറൈറ്റി. മനസ്സിലായി. അതുപോലെ മധുവങ്കളും എം ജെ അങ്കിളും ചെയ്യാനായിട്ടൊരു സ്കോപ്പ് ഉണ്ട്. ലാലേട്ടൻ എന്തൊക്കെ ചെയ്തോ അത് മധുരം കൊണ്ട് ഇവിടെ ചെയ്യിപ്പിക്കും. മധുരം കൊണ്ടല്ല, രണ്ടുപേരെയും കൊണ്ട്. അതെ, നമ്മുടെ പ്രേക്ഷകർ വെയിറ്റ് ചെയ്തിരിക്കണം. ഇവരെ രണ്ടുപേരും ഡാൻസ് വഴിയേ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഓർണമെന്റ്സിന് വിൻസ് മേരാജ് വെൽസിന്റെ അടുത്തല്ലേ ആര്യ ചേച്ചി ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ സുന്ദരിയാണെന്ന് പറഞ്ഞത് കൊണ്ട് ആ സന്തോഷത്തിൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡിയല്ലേ മൂന്നാളും? റെഡി. നിങ്ങൾക്ക് മൂന്നാൾക്കും ഒഫീഷ്യലി വെൽക്കം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം എം ജെ അങ്കിൾ, മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. നമ്മുടെ ടോപ്പ് സിംഗർ വേദിയിൽ ഇനി മാജിക്കൽ മെലഡി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ആ റൗണ്ടിനെ ഒരു മാജിക്കൽ ആക്കാനായിട്ട് നമ്മുടെ ജിതക്കുട്ടി എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ജിത ഓൺ സ്റ്റേജ്. ഹലോ പ്രിൻസസ്. അയ്യോ, വീണ്ടും മറ്റേ ഫ്രോസൺ ഫ്രോസൺ. എൽസ. എൽസ. ഏഞ്ചൽ. ഏഞ്ചൽ ആണ്. ഓ, കിരീടം ഉണ്ടല്ലോ തലയില്. ഹലോ ഹായ് ജിതക്കുട്ടി, അനക്ക് സുഖാന്നോ? ഇവിടെ തകർത്തെന്നൊക്കെ പറയണ കേട്ടു. അതെ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. എനിക്കിങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതെ. ഞാനുള്ളപ്പോ തകർക്കൂലേ? ഇന്ന് തകർക്കും. ഇന്ന് തകർത്തേ പറ്റൂ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ തകർന്നു പോകും. അപ്പൊ എന്താണ് ഇന്നത്തെ പാട്ട്? ഇന്നത്തെ പാട്ട് ആകാശഗംഗാ തീരത്തിനപ്പുറം. 1000 വെണ്ണക്കൽ മണ്ഡപം. അതാണ് ഗന്ധർവനും ഗന്ധർവിയായിട്ടൊക്കെ വന്നിരിക്കണം. അപ്പൊ ഡാൻസ് ഒക്കെ ഉണ്ടോ? സെലിബ്രേഷൻ ഡാൻസ് ഇല്ല, മെലഡി. മെലഡി റൗണ്ട് ആണ്. മെലഡിയാണ്. ഞാൻ എനിക്കൊരു കാര്യം ചോദിക്കാണ്ടേ. ഞാന് ന്യൂ ഇയറിന്റെ ഡേയില് ഞാൻ ഇവരോട് എല്ലാരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു റെസൊല്യൂഷൻസ്. എം ജെ അങ്കിൾ മാത്രം അപ്പൊ ഉണ്ടായിരുന്നില്ല, പറഞ്ഞില്ല. അപ്പൊ റെസൊല്യൂഷൻ ഇല്ല എന്നുള്ളതാണ് എന്റെ റെസൊല്യൂഷൻ. മനോഹരം. നോ റിയാക്ഷൻ ഈസ് എ റിയാക്ഷൻ. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. തെർമോഡൈനാമിക്സിൽ അതിന് തെറ്റ് എന്ന് പറയും. പാട്ടുകാർക്ക് വേണ്ട റെസൊല്യൂഷൻ എന്താ? പാട്ട് പാടുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ്. എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്താലും പിന്നെയും പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള തോന്നൽ ഉള്ളപ്പോഴാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതായിരിക്കണം റെസൊല്യൂഷൻ. ഓക്കെ, അതെ. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് വർഷങ്ങളായി. ഞാനും. അപ്പൊ കോമ്പോസിഷൻ ആണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാം. ദിവസവും ഒരു 5-6 ട്യൂൺസ് ഉണ്ടാക്കും. ആരും ചോദിച്ചില്ല, പ്രത്യേകതരം പ്രാക്ടീസ് ആണ് എം ജെ സാർ. 5-6 ട്യൂൺസ് ഉണ്ടാക്കും. ഈ ട്യൂൺസ് ഒക്കെ എന്റെ ഫോണില്, ഈ ഫോണില്ലേ, ഇതിനകത്തൊരു 5567 ട്യൂൺ കാണും. അതിൽ 1-2 മാത്രമേ കൊള്ളായിരിക്കുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞ പോലെ. പക്ഷെ എന്നാലും പാടിയിടും. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണം കേൾപ്പിക്കോ ഞങ്ങളെ എം ജെ അങ്കിളെ? അന്തനാളിൽ അന്തിനേരം ഉന്നൈ പാർത്തേൻ കണ്ണമ്മ. നമ്മുടെ മബു പാടിയതാണ്. ഞാനും ഹരിണി കൂടെ പാടിയത്. അതിന്റെ ആദ്യം എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ട്യൂണാണ് കേട്ടോ. അന്തനാളിൽ വരുമ്പോത് ഉന്നൈ പാർത്തേൻ കണ്ണമ്മ எந்த ராகம் வரும்போது என்னை காண்பேன் கண்ணம்மா உன்னை பார்த்தும் போது நெஞ்சு என்னை பார்க்க கண்ணம்மா அந்த நாளில் வரும்போது உன்னை பார்த்தேன் கண்ணம்மா.
ഇങ്ങനെ ഭയങ്കര ഭയങ്കര തമിഴാ. അല്ല അത് മനസ്സിൽ ട്യൂൺ വരുമ്പോ തന്നെ ഇന്ന ലാംഗ്വേജ് ചെയ്യണം അങ്ങനൊക്കെ വരുമോ? ഇത് തമിഴിലാണ് എന്നറിയാം, പാട്ട് തമിഴിലാണ് വേണ്ടത്. അപ്പൊ ഇങ്ങനെ തമിഴില് ഡമ്മി ഉണ്ടാക്കി അങ്ങ് പാടും. ഇങ്ങനെ കുറെ അധികം പാട്ടുകളുടെ ആദ്യത്തെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര ജിതക്കുട്ടിക്ക് അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും അല്ലേ? അത് ഓരോ ആ പ്രോസസ് അറിയുന്നതിന്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. അത് ഭയങ്കര എന്താ പറയാ, എപ്പോഴും തനിച്ചാണ്, സോളിറ്റ്യൂഡ് വേണം. അതാണ് അവിടെ നിന്നുള്ള ഒരു, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. താങ്ക് യു ഫോർ ലെറ്റിംഗ് us have a look at your work. ജിതക്കുട്ടി ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നോ നമ്മള്? ഇല്ല പറയാം. മ്യൂസിക് AJ ജോസഫ് സാർ, ലിറിക്സ് K ജയകുമാർ സാർ, പാടിയത് ചിത്രമ്മ, പിന്നെ ഫിലിം കുഞ്ഞാറ്റക്കിളികൾ, ഇയർ 1986. ഒരു പേടിയില്ലല്ലേ, ഭയങ്കര ബോൾഡ് ആണ് അല്ലേ? അതാണ് അവിടുത്തെ വിജയം. അതൊരു വലിയ വിജയമാണ് കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു സർ. All the best. All the best ജിതക്കുട്ടി.
ഗുഡ് നൈസ്. മക്കളെ, ജിത എന്തോ നല്ലൊരു അറ്റംപ്റ്റാണ്. താങ്ക് യു സർ. നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും ഇപ്പൊ ശരിയാക്കി തരാൻ തോന്നുന്നു, പക്ഷെ അപ്പോഴാണ് പാട്ട് നമ്മളെ അപ്പൊ ശരിയാക്കി തരുന്നത്. കുറച്ച് ടഫാണ് അത് പാടാനായിട്ട്, പ്രത്യേകിച്ച് ഈ ടിൻ ടിടക് ടിൻ ടിൻ ടിടക് ടിൻ ടിൻ. ആ സ്പീഡിൽ പോകുമ്പോഴത്തേക്കും ഈ സംഗതികളൊക്കെ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് എവിഡൻ്റ് ആണ്. ആ സംഗതികൾ വരണം, അങ്ങനെ തന്നെ വന്നേ പറ്റൂ എന്നുള്ളതാണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ സംഗതികളെ കുറിച്ച് കൂടുതൽ എൻ്റെ സഹോദരൻ മധുബാലകൃഷ്ണൻ പറയും. എനിക്ക് പറയാനുള്ളത് വേറെ ചില ഏരിയകളെ പറ്റിയാണ്. ഓക്കെ, അതിൽ മെയിൻ ആയിട്ടുള്ളത് ശ്വാസം നമ്മൾ മൈക്കിൽ കൂടെ കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ നമ്മൾ മൈക്ക് ഫേസ് ചെയ്തിട്ട് ശ്വാസം എടുക്കുമ്പോഴത്തേക്കും ശ്വാസം കേൾക്കും. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് മൈക്കൊന്ന് മാറ്റുക, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് നമ്മുടെ തലയൊന്ന് ജസ്റ്റ് ഒന്ന് ചരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് പറ്റും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ആകാശഗംഗ ഇപ്പൊ ഞാൻ വലിച്ച കേട്ടല്ലേ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കേൾക്കും അല്ലേ? ഇങ്ങനെ വരുമ്പോഴത്തേക്കും അത് ബുദ്ധിമുട്ടാണ് അല്ലേ? ഫീലും പോവും. പോവില്ലേ? അപ്പൊ അതൊന്ന് നമുക്ക് എങ്ങനെ അത് ഒന്ന് മാറ്റിയെടുക്കാം എന്നുള്ളതിനെ പറ്റി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. എനിക്ക് ഊക്കറിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ഉണ്ട്, അതേതായിരിക്കും? ഞാൻ പറയട്ടെ, ഗന്ധർവൻ അറിഞ്ഞില്ല. ഹൈ പിച്ച് പോർഷൻസ് അല്ലേ? അവിടെ ഒരു ഏഞ്ചലായിട്ട് വന്ന് പാടി കേട്ടോ. താങ്ക് യു സർ. ഗന്ധർവൻ അറിഞ്ഞില്ല ശിലയുടെ നൊമ്പരം പാട്ടിൽ തുടിച്ചില്ല. ആ പാട്ടിൽ ആ സംഗതിയില്ലേ, താങ്ക് യു സർ. സൂപ്പറായിരുന്നു. അതുപോലെ തന്നെ ചരണത്തിലും അതേ ഭാഗം. അതില് മുന്തിരി മാത്രം കുറച്ചൊന്ന് സ്ലിപ്പായി, പക്ഷെ എന്നാലും രസമായിരുന്നു. പക്ഷെ ആ റേഞ്ചില് ജിതയുടെ വോയിസ് കേൾക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ. അവിടെ നമ്മളിങ്ങനെ എവിടെയോ ഈ ഏഞ്ചൽ നമ്മളെ എവിടെയൊക്കെ പറത്തിക്കൊണ്ട് ഏതോ ഹെവനിൽ പോകണ ഫീലാണ്, ഒരു ഹെവൻലി ഫീൽ. അപ്പൊ ഇതൊക്കെ സാധിക്കുന്ന ആളാണ് ആര്? ജിത. അത് ഷുവറാണ്, സാധിക്കും. പക്ഷെ നമ്മൾ അതിലോട്ടുള്ള നമ്മുടെ ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കൂലേ? പിന്നെ ടോപ്പ് ബാൻഡ്, ഒരു വലിയൊരു നമസ്കാരം. അതില് ഞാനൊരു വലിയ ഫാനാണ് നമ്മുടെ സുശാന്തിന്റെ. ആദ്യം ആ പിയാനോ നോട്ട്സ് അത് വായിച്ചതും അത് ഓർക്കസ്ട്രയിലോട് ചേർത്തതും എക്സ്ക്യൂസേറ്റ് ആണ്. പിന്നെ നമ്മുടെ ഫ്രാൻസി ക്ലാസിക്. ഫ്രാൻസിയെ പോലെ ഫ്രാൻസി മാത്രം എന്ന് വിശ്വസിക്കുന്ന മില്യൺസ് ഓഫ് മ്യൂസിക് ലവേഴ്സിന്റെ കൂടെ ഞാനുമുണ്ട്. സുബിൻ ഓൺ ദി ഗിറ്റാർ, വെരി നൈസ്. ശശിയേട്ടൻ ബേസ്. തബലയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, കാരണം തബല ഇല്ല പാട്ടിൽ. ഹരിയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല, കാരണം ഫ്ലൂട്ട് ഇല്ല, അതില്ലായിരുന്നു. റെന്നി പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും രസിച്ചിങ്ങനെ. അപ്പൊ അവരെല്ലാരും കൂടെ ഈ പാട്ടിനെ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ഒരു പാഡിങ് ഉണ്ട്. ടോപ്പ് ബാൻഡിലൂടെ പാടാൻ പറ്റുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് കാണണം. തീർച്ചയായിട്ടും ആ ഒരു ആംബിയൻസ് നമ്മൾ വളരണം, അതാണ് ഇമ്പോർട്ടൻറ്റ് കേട്ടോ. ഓക്കെ, നന്നായിട്ട് പാടി. പല ഭാഗങ്ങളും ബ്യൂട്ടിഫുൾ ആയിരുന്നു പാടിയത്. എനിക്ക് ഈ പറഞ്ഞ പോലെ എനിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്നുള്ളത് ആ ഹൈ പിച്ച് പോർഷൻസ് ആണ്. അനുപല്ലവിയിലെയും ചരണത്തിലെയും ഗന്ധർവൻ അറിഞ്ഞില്ല, പറവകൾ ചിറകടിച്ചു, അതിൽ ചരണത്തിലൊരു മുന്തിരി വാടിപ്പോയി, മുന്തിരി എന്തോ വാടിപ്പോയി. അതെ. പിന്നെ എനിക്ക് തോന്നിയത് ഈ മെയിൻ ആയിട്ടുള്ള പ്രശ്നം MJ ഞങ്ങൾ പറഞ്ഞു, ബ്രത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ശ്വാസം നമുക്ക് അത് സ്റ്റഡിയാക്കാനുള്ള ശ്രമം ജിതയുടെ ഭാഗത്തുനിന്ന് വേണം, പ്രാക്ടീസ്. ഹമ്മിങ് തന്നെ ശ്വാസം കുറച്ചും കൂടി എടുത്തിട്ട് ഫിനിഷിങ് കൊടുക്കണം. ആ ലാൻഡിങ് നോട്ട്സ് ഒക്കെ അല്ലേ, ആ ഫിനിഷിങ് ഓരോ ഹമ്മിങ്ങിൻ്റെ എൻഡിങ് അത് കുറച്ചും കൂടി ഒന്ന് ഫിനിഷിങ്ങിൽ വന്നാൽ നല്ലതായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയത് ഈ മുറിഞ്ഞു പോവുക, ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ശ്വാസം എടുക്കേണ്ടാത്ത സ്ഥലത്ത് എടുത്ത് അതിൻ്റെ ബ്യൂട്ടി പോകുന്നുണ്ട്. ഇപ്പോൾ പാടാൻ അണയുന്ന മണ്ഡപം, അണയുന്ന കഴിഞ്ഞിട്ട് ബ്രത്ത് എടുക്കുന്നുണ്ട് മണ്ഡപത്തിന് മുമ്പ്. അങ്ങനെ അതൊക്കെ ഒന്നും കൺട്രോൾ, അതൊക്കെ ഒന്ന് ശരിയാക്കണം കേട്ടോ. മണ്ഡപം എന്നുള്ളത് ശ്രുതി പ്രശ്നം ഉണ്ടായി. ഫസ്റ്റ് 1000 എണ്ണക്കൽ മണ്ഡപം ഫസ്റ്റ് പല്ലവിയിൽ. പിന്നെ എത്രയോ ശില്പങ്ങളുള്ളടത്ത് പിച്ച് പ്രോബ്ലം, പിന്നെയും പാടുമ്പോൾ എന്നുള്ളടത്ത് ബ്രത്തിൻ്റെ പ്രോബ്ലം, ചരണത്തിൽ. ഇതൊക്കെയാണ് ഗായകൻ എന്നുള്ള ഭാഗത്ത് കുറച്ച് ശ്രുതി പ്രശ്നം. അങ്ങനെ ശ്രുതി ഹമ്മിങ് മുതൽ ചെറുതായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു ഇന്ന് പാടില്ല. അതെ അതെ അതെ. പക്ഷേ ഈ പറഞ്ഞ ഹൈ പിച്ച് പോർഷൻസ് വളരെ മനോഹരമായിട്ട് പാടി. അതാണ് ഏറ്റവും അധികം പ്രാക്ടീസ് ചെയ്തത്. അത് കേൾക്കാനുണ്ട്. അതെ. അപ്പോൾ എന്തായാലും ഇതൊക്കെ ജതുകുട്ടിക്ക് പറ്റും, നല്ല നല്ല രീതിയിൽ ഇതിനേക്കാളും നന്നായിട്ട് പാടാൻ സാധിക്കും എന്നുള്ള കാര്യം 100% ഷുവറാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പഠിച്ചു ഇന്ന്? ശ്വാസം എന്ത് ചെയ്യണം? കേൾപ്പിക്കാതെ എടുക്കണം. പിന്നെ എന്ത് പഠിച്ചു? ശ്രുതിനെ എന്ത് ചെയ്യണം?
ശ്രുതി പോവാതെ നോക്കണം. വേറൊരു കാര്യം കൂടെ പറയട്ടെ, എപ്പോഴും പറയുന്ന ക്യാമറയെ നോക്കി പാടണം, ഇങ്ങോട്ടേക്ക് നോക്കേ വേണ്ട. ഓക്കെ, ടെൻഷൻ ഇല്ലാതെ അടുത്ത പ്രാവശ്യം പാടണം. അപ്പൊ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഓൾ ബേബി. AG ജോസഫ് സാറാണ് ഇത് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കുറച്ച് ബ്യൂട്ടിഫുൾ സോങ്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 or 3 സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതിനൊക്കെ അപ്പുറമായിട്ട് അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ഭക്തിഗാനം എവർഗ്രീൻ ആണ്. അത് നമുക്കൊന്ന് പാടി നോക്കാം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരും രാവിൽ രാപ്പാർത്തിരുന്നോ രജപാലകർ ദേവനാദം കേട്ടു ആമോദരായി വന്യരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരകാരാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. ജിതക്കുട്ടി, ഇന്ന് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ജിതക്കുട്ടിക്ക് അറിയാലോ. സാധാരണ പോലെ ഇന്ന് അത്ര ശോഭിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഇതിലല്ല, ഇതിനും കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജിതയിൽ നിന്ന്. ഇന്ന് കിട്ടിയിരിക്കുന്ന മാർക്ക് ഇത്തിരി കുറവാണ്, 96 out of 100. വിഷമിക്കരുത്, ഞങ്ങൾക്ക് അറിയാം ജിതക്കുട്ടി കംബാക്ക് നടത്തുന്ന ആളാണ് എപ്പോഴും. അതുകൊണ്ട് ഞങ്ങൾ അതിനു വേണ്ടിയാണ് വെയിറ്റിംഗ്. ഇന്നത്തെ ഞങ്ങളൊക്കെ മറക്കും. അതെ അതെ, ഇന്നത്തെ പെർഫോമൻസ് ഞങ്ങൾ എല്ലാരും മറക്കും. ആ കൂടെ ജിതക്കുട്ടിയൊക്കെ മറന്നേക്ക് കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. മധുവങ്കൾ, ഇനിയൊരു റെട്രോ റിവൈൻഡ് റൗണ്ട് ആണ് വരാൻ പോകുന്നത്. പഴയ കാലത്തേക്ക് പോകും. നമ്മൾ പഴയ കാലത്തേക്ക് വീണ്ടും പോവാൻ പോവാണ്. 3 പേര് റെഡിയല്ലേ പോവാനായിട്ട്? പോവാലോ. അപ്പൊ ഞാനും നമ്മുടെ പ്രേക്ഷകരും ഒക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മളെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകാൻ മുമ്പിലേക്ക് പോവാൻ പോവാണ്. അപ്പൊ നമ്മളെ അതിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത് അകീതി കുട്ടിയാണ്. ലെറ്റ്സ് വെൽക്കം അകീതി ഓൺ സ്റ്റേജ്. എന്തോ എത്ര ദിവസമായി കണ്ടിട്ട്? എത്ര ദിവസമായി? അതാ ഞാൻ അങ്ങോട്ട് ചോദിക്കാം. ഇങ്ങോട്ട് ചോദിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് അങ്ങോട്ട്. ഇതെല്ലാം ബാക്ക് ഫയർ ചെയ്യുന്നുണ്ടല്ലോ MJ സാറിന്. മൊത്തത്തേക്ക് ശരിയാവുന്നില്ല. ബോളർ ചെയ്യണ പോലെയാ വേണം. അങ്ങോട്ട് ബോളർ അതുപോലെ തിരിച്ചു. നമുക്ക് 2 ഹോംവർക്ക് കിട്ടിയില്ല. ആണ് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തേ. എനിക്ക് മിസ് ചെയ്തു. അതാണ്. പക്ഷെ ആദ്യം പറഞ്ഞില്ലല്ലോ. അത് പറയാൻ വരികയായിരുന്നല്ലോ. ആണല്ലോ, അതിനു മുമ്പേ ഞാൻ പറഞ്ഞല്ലോ. കുറച്ചും കൂടി ടൈം തന്നെ ഞാൻ പറയായിരുന്നല്ലോ. എല്ലാം അതുപോലെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഒന്നുകൂടെ പറഞ്ഞോ. മിസ് ചെയ്തു കേട്ടോ. സന്തോഷം. അത് കേൾക്കാനാണ് അത് കേൾക്കാൻ വേണ്ടിയാ. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, എന്തൊരു സ്നേഹമാണ് കുഞ്ഞുങ്ങളുടെ അടുത്ത് അല്ലേ. ഇന്നിപ്പോ ഭയങ്കര ചുന്ദരിയായിട്ടാണ് വന്നിരിക്കുന്നത്. എനിക്ക് ഈ കളർ കോമ്പിനേഷൻ വളരെ 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 ഇഷ്ടു. അത് മാത്രല്ല, നമ്മുടെ ഇവിടെ എല്ലാ മിക്ക കണ്ടസ്റ്റൻസിന്റെയും നമ്മൾ പ്രൊഫൈൽ കണ്ടിട്ടുണ്ട്. അകീതി കുട്ടിയുടെ കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ പെട്ടിയിലിരുന്ന ഒരു പ്രൊഫൈൽ നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ്. പൊടി തട്ടി എടുത്തിരിക്കും. അത് അടിയിൽ പോയി കിടക്കായിരുന്നു. അതിനെ പൊടി തട്ടി എടുത്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയാലോ. ജീവാംശമായി താനേ നീ എന്നിൽ. ഇത് മോള് ആദ്യമായിട്ട് പാടിയ പാട്ട് ഇതാണ്. അപ്പം ഈ പാട്ട് പാടി തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആൾക്ക് പാട്ടിനുള്ള ഒരു കഴിവുണ്ട് എന്ന്. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തമാക്കി. അച്ഛനും അമ്മയും ചേട്ടനും അച്ഛമ്മയും അടങ്ങിയതാണ് എൻ്റെ ഫാമിലി. എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ എല്ലാവരും നന്നായി പാടും. ഒരു പക്ഷേ എൻ്റെ അമ്മയിൽ നിന്നായിരിക്കാം എൻ്റെ പാട്ടുണർന്നത്. വസീകരാ എൻ നെഞ്ചിനിക്കൽ ഉൻ പൊൻപടിയിൽ തൂങ്ങി ഞാൻ പോതുമതേ ഗണം എൻ കണ്ണുറങ്ങ മുൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തീരും ഞാൻ. നിങ്ങളുടെ മുന്നിലെത്താൻ വലിയൊരു കാരണം എൻ്റെ അച്ഛൻ തന്നെ. കാരണം അച്ഛന് കൊടുത്ത വാക്ക് അച്ഛൻ എന്നിലൂടെ സാധിച്ചെടുത്തു. വീട്ടിലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കായിരുന്നു കൂടുതൽ ആഗ്രഹം മോളെ വലിയൊരു പാട്ടുകാരിയായി കാണണമെന്ന്. നിർഭാഗ്യവശാൽ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല.
എല്ലാ റിയാലിറ്റി ഷോയ്ക്കും അച്ഛൻ പറയും കൊണ്ടുപോയി പാടിപ്പിക്കണം, അവളെ ടി വിയിൽ കാണാൻ ആഗ്രഹമുണ്ടെന്ന്. അത് വലിയൊരു വിഷമമായി. ഇപ്പോൾ അച്ഛൻ ഞങ്ങളെ കൂടെ ഇല്ലേ ഇപ്പോൾ ഈ വീട്ടിൽ, അത് വലിയൊരു സങ്കടം. എന്റെ മാമൻ തന്നെയാണ് എന്റെ പാട്ടുമാഷം. എനിക്ക് കട്ട സപ്പോർട്ടായി എന്റെ ഫാമിലിയും ഉണ്ടാവും എന്റെ കൂടെ. തുടർന്നുള്ള യാത്രയിൽ നിങ്ങളും ഉണ്ടാവില്ലേ എന്റെ കൂടെ? വരിക പുലരി ചൊടിയിലൊരു പാട്ടിൻ വരികളരുളി. വെരി നൈസ്, വെരി നൈസ്. ഇതില് ഒരു സർപ്രൈസ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. അത് ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. അമ്മ അസലായിട്ട് പാടുമല്ലോ. അപ്പൊ പാട്ട് ഒരു വട്ടം കൂടി. ഒരു വട്ടം കൂടി എൻ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഡീറ്റെയിൽസ്. വർഷം 1992 മ്യൂസിക് MB ശ്രീനിവാസൻ സാർ, പിന്നെ ലിറിക്സ് ONV കുറുപ്പ് സാർ, പിന്നെ പാടിയത് യേശുദാസ് സാർ, പിന്നെ മൂവി ചില്ലാണ് നിന്നുടൽ മിന്നണ ചില്ല്. ഓ കല്ലാണ് വെൺതിങ്കൾ മൂക്കുത്തി കല്ല്. നിറ ചെമ്പകത്തോപ്പിലെ ചിത്രപതംഗങ്ങൾ, നീ പാടുന്ന പാട്ടിലെ പൊന്മധു തേടുന്നേ. പെണ്ണെ നിന്നെ കാണാൻ താരകമാനത്ത് വന്നേ. മൂവി ചില്ലാണ്, മൂവിയുടെ പേര് ചില്ല. അത് കൊള്ളാം. ഇത്രയും ഗ്രാൻഡ് ഇൻട്രോ ആദ്യമായിട്ടായിരിക്കും. മൂവിയുടെ പേര് കല്ലല്ല, അതെ. കേൾക്കാം നമുക്ക് പാട്ട്. ഓക്കെ, റെഡി. ഒരു വട്ടം കൂടി ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം.
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അഗൈതി മോളെ, എന്തോ അങ്കിള് ഒരുപാട് ഇങ്ങനെ ഹൃദയം നിറഞ്ഞു. താങ്ക് യു. എന്താന്നറിയോ, ഇത് എന്റെ ഗുരുനാഥന്റെ പാട്ടാണ്, എം പി ശ്രീനിവാസൻ സാറിന്റെ. എത്ര അധികം മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റാത്ത, ഒരിക്കലും മറക്കാൻ പറ്റാത്ത പാട്ടാണ് എനിക്ക് ഈ പാട്ട്. പണ്ട് പഴയ കാലത്ത് MBS സാറിന്റെ കൂടെ സാറിന്റെ യൂണിവേഴ്സിറ്റി കോയറിൽ ഒന്നിച്ച് പാടിയിരുന്നത്. ആ സമയത്ത് നമ്മൾ ഉച്ച സമയങ്ങളിലൊക്കെ നമ്മൾ MBS സാറിന്റെ പാട്ടുകൾ, ഞാനും എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട് രാകേഷ്, ബഹ്റൈനിലുള്ള ആരിഫ്, അതുപോലെ ജോൺ മത്തായി, നമ്മളെല്ലാവരും അലൂഷ്യസ് പെരേർ, നമ്മളെല്ലാവരും ചേർന്ന് ഈ പാട്ടുകളൊക്കെ പാടാറുണ്ട്. നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, ഇടയ്ക്ക് ഭയങ്കര ടോക്കറ്റീവാണ്. അപ്പോഴത്തേക്ക് സാർ ഇത് കാണാത്ത രീതിയിൽ ബാക്കിൽ വന്നിട്ട് നല്ല ഇങ്ങനെ ഒരു അടി വരും. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ സാർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തടവി തരും. ഡോണ്ട് ടോക്ക് ജയചന്ദ്രൻ എന്ന് പറയും. സാർ പറയും, സാറിന് ഭയങ്കര ഘനഗംഭീരമായിട്ടുള്ള ഒരു വോയിസ് ആണ്. ഒരു ഗ്രേറ്റ് 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 ഹ്യൂമൻ ബീങ് ആയിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിനെ ഇങ്ങനെ ഓർത്തുപോയി സത്യത്തിൽ. അതുകൊണ്ട് കണ്ണു നനഞ്ഞു എന്റെ ഗുരുനാഥനെ ഓർത്ത്. പിന്നെ ONV സാറിന്റെ വളപ്പൊട്ടുകൾ എന്നുള്ള ഒരു കവിതാ സമാഹാരത്തിലെ ഒരു ചെറു കവിതയാണ് നമ്മുടെ ഈ ഒരു വട്ടം കൂടിയൻ എന്നുള്ള പാട്ട്. ആ കവിതയിൽ വേറെ ചില വരികളുണ്ട്. ഒരു മയിൽ പീലി ഞാൻ ഇന്നു കാണുമ്പോഴും ഒരു കുട്ടിയാകുവാൻ മോഹം. അങ്ങനെയൊക്കെ പല ലൈൻസ് അതിനകത്തുണ്ട്. ഒരു 3-4 ലൈൻസ് ഉണ്ട്. പക്ഷെ അത് സിനിമയ്ക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അത് എടുക്കാത്തത്. അതുപോലെ തന്നെ ഈ മറീന ബീച്ചിലെ നമ്മുടെ ചെന്നൈയില് ONV സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവിടെയാണ് ഇവർ രണ്ടുപേരും ഒരു ആള് ഒഴിഞ്ഞ ഒരിടത്തിൽ പോയി ഇരുന്നു രണ്ടുപേരും കൂടെ. എന്നിട്ട് ഈ കവിത MBS സാറിൻ്റെ അടുത്ത് കൊടുക്കുകയാണ്. അപ്പൊ സാർ ഇതിന്റെ ആദ്യത്തെ വരിയുടെ ഈണം ഇങ്ങനെ കണ്ടെത്തുമ്പോഴും ഈ യുറേക്ക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചാടി എണീറ്റ് ഒരു കുട്ടിയെ പോലെ ഇങ്ങനെ ഓടി നടന്നു എന്നാണ് ഈ പാട്ടിന്റെ ഈണം കിട്ടിയതിന്റെ ഒരു രസം. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു പാട്ടാണ്, ഒരു കാലഘട്ടത്തിന്റെ പാട്ടാണ്. അതിനെ മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. പാടിയത് വളരെ നന്നായിരുന്നു കേട്ടോ. അതിൽ മോഹം എന്ന് പാടിയതെന്ന് പാടൂ. തിരുമുറ്റത്തെത്തുവാൻ മോഹം മോഹം മോഹം. അത് സാറിന്റെ ഒരു സിഗ്നേച്ചർ സംഗതിയാണ്. ഇങ്ങനെ പല പാട്ടിലും വരുന്നുണ്ട്. പക്ഷെ നമ്മൾ വെറുതെ മോഹിച്ചോണ്ടിരിക്കും. മനുഷ്യനല്ലേ, മോഹം നിർത്താൻ പറ്റൂല, മോഹിക്കണം. അപ്പോഴാണ് കുറെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ. ഓക്കെ, റൈറ്റ്. അഖേതി കുട്ടി, എന്തോ കാര്യമായിട്ട് പറയാൻ തോന്നിയത് ബ്രെത്ത്. കുറേ സ്ഥലത്ത് ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും അവസാനം എൻഡിങ്ങില് ബ്രെത്ത് കിട്ടാതെ ഒരു വിബ്രാറ്റോ ആവുന്നുണ്ടായിരുന്നു. അതെ, അത് ഓവറോൾ പാട്ട് അതിങ്ങനെ ബ്രെത്ത് കിട്ടാണ്ട് ഇങ്ങനെ പോകുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രെത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സസൈസസ് ഒക്കെ ചെയ്യണം. ഓക്കെ, അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഓവറോൾ പറഞ്ഞ പോലെ പാട്ടിന്റെ നോട്ട് എത്തുന്നുണ്ടെങ്കിലും പാട്ടിന്റെ ആ ഫീലിലോട്ടേക്ക് എത്തുന്നില്ല. അപ്പൊ ലിറിക്സ് കുറച്ചും കൂടെ, എസ്പെഷ്യലി ONV സാറൊക്കെ എഴുതിയ വരികളാവുമ്പോൾ അതിന്റെ അർത്ഥം നമുക്ക് പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കിയിട്ട് അത് ഒരു മോഹം, ചിലപ്പോൾ ഒരു മുട്ടായി കിട്ടാനുള്ളൊരു മോഹമായിരിക്കും നമുക്ക് ആ പ്രായത്തിൽ മനസ്സിലുണ്ടാവുക. പക്ഷെ ആ മോഹം എന്താണെന്നുള്ളത് നമ്മുടെ മനസ്സിലത് വരണം. അത് ഓരോ പ്രായത്തിൽ ഓരോന്ന് വരും, ഓരോ സ്റ്റേജസ് ആയിട്ട് വരും. പക്ഷെ ഇതാണ് ആ പാട്ട് അറിയുന്നത് അല്ലെങ്കിൽ പറയുന്നത് എന്നുള്ളൊരു ഓവറോൾ ഒരു കാര്യം മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ആ ഒരു ഫീൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും തോന്നുന്നു. ഓക്കെ, മെയിനായിട്ട് ഈ 2 കാര്യങ്ങളേ ഉള്ളൂ അഖൈതി കുട്ടി. ബാക്കി മധുചേട്ടൻ. അഖൈതി കുട്ടി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാട്ടിന്റെ സെലക്ഷൻ. ഞാനും ഈ MP ശ്രീനിവാസൻ സാറിന്റെ ഒരു വലിയ ആരാധകനാണ് അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പാടിയതും അദ്ദേഹത്തിൻ്റെ പാട്ടാണ്. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്ന പാട്ടും പാടിയ പാട്ടും MP ശ്രീനിവാസൻ സാറിൻ്റെ പാട്ടാണ്. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി. ഇതാണ് ആദ്യം ഞാൻ പാടുന്ന പാട്ട്. അപ്പൊ അങ്ങനെ ഒരു ബന്ധം എനിക്ക് MP ശ്രീനിവാസൻ സാറുമായിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ അദ്ദേഹം ചെയ്തൊരു ഭാവഗീതങ്ങൾ എന്നൊരു ആൽബം ഉണ്ട്. അതെൻ്റെ അച്ഛൻ ഡെയിലി കേട്ടോണ്ടിരുന്ന ഒരു ആൽബമാണ്. ശങ്കരാഭരണ ഗംഗാതരംഗ സംഗീതം
അതുപോലെ തന്നെ കാലം കുലച്ചതും ഉന്നം പിഴച്ചതും കഥയിലെയക പൊരുള് കാലാഞ്ജന കാന്ത സന്ധ്യാതീരം കനിവോലും ഭൂമി ഭഗവതി വാഴ്ക 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 പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം. തോടി അതിന് ഇഷ്ടം പോലെ നല്ല നല്ല പാട്ടുകളാണ്. അപ്പൊ അത് ആ ഓർഡറിൽ തന്നെ എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ ഡെയിലി വെച്ചോണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര എന്താ പറയാ ലെജൻഡ് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ എനിക്കിന്ന് അഖൈദക്കുട്ടി പാടിയത് വളരെ ഇഷ്ടപ്പെട്ടു. പല ഭാഗങ്ങളും നന്നായിരുന്നു. അഖൈദക്കുട്ടിയുടേതായിട്ടുള്ള ഒരു യുണീക്കായിട്ടുള്ള ഒരു സ്റ്റൈലാണ് പാട്ടിൽ ഉള്ളത്. അഖൈദക്കുട്ടിക്ക് ശരിക്കും പറഞ്ഞത് ജാനകിയമ്മ കൊടുത്തിട്ടുള്ള കുറച്ച് ഭാവം കൂടി പാട്ടിൽ വരാനുണ്ട്. എനിക്കത് തോന്നി. ആ ഒരു ഫീൽ വരാനുണ്ട്. ദാസേട്ടൻ പാടിയതായാലും ജാനകിയമ്മ പാടിയതായാലും അത് നമുക്കൊരു ഡിക്ഷണറി പോലെയാ അവർ കൊടുത്തിട്ടുള്ള ആ ഭാവം. പാട്ടുകാർക്കുള്ള ഡിക്ഷണറിയാണ് ദാസേട്ടൻ, ജാനകിയമ്മ, സുശീലമ്മ, അങ്ങനെ പഴയ ലെജൻസ് ആയിട്ടുള്ള ഗായകരുടെ എല്ലാം നമ്മൾക്ക് അതൊക്കെ നമുക്ക് പഠിക്കാനുള്ള പല കാര്യങ്ങളും അതിനകത്തുണ്ട്. ഇതിലിപ്പോൾ കുറച്ചും കൂടി ആ ഒരു ഫീല് എനിക്ക് വരണം തോന്നി. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പൊ ബാക്കിയെല്ലാം പല ഭാഗങ്ങളും എനിക്ക് പാടിയതിലെ പല ഭാഗങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏറ്റവും അവസാനിപ്പിച്ച ഫിനിഷ് അതില്ലേ അവസാനത്തെ ലൈൻ പോലും അതും എൻഡിങ് കുറച്ച് ശ്രുതി ആടിയാണ് നിന്നത് വൈബ്രേഷനോട് കൂടി വോയിസിൽ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പക്ഷെ നന്നായിട്ട് പാടാൻ പറ്റുമെന്ന് എനിക്കറിയാം. അതിനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ടാക്കുക ഇത് കുട്ടിക്ക്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. വേറൊരു വളരെ പ്രത്യേകതയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എം ബി ശ്രീനിവാസൻ സാർ ജനിച്ചത് സെപ്റ്റംബർ 19, 1925 അപ്പോ 2025 ആകുമ്പോ 100 വർഷം കഴിഞ്ഞു. അപ്പോ കഴിഞ്ഞു. ഈ 100 വർഷത്തിന് നമുക്ക് എം ബി എസ് സാറിന് കൊടുക്കാവുന്ന, ടോപ്പ് സിംഗറിന് കൊടുക്കാവുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ട്രിബ്യൂട്ടാണ് ഇന്നത്തെ അഖൈദയുടെ പാട്ട് കേട്ടോ. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടു കേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം. അഖൈദക്കുട്ടി, എന്തോ your score is 96.75 out of 100. അപ്പൊ ഗീതക്കുട്ടി എന്തോ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്ത് വെക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. ബൈ ബൈ ബൈ. ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ആര്യ ചേച്ചി, ഇനി നമ്മൾ നോൺ സ്റ്റോപ്പായി വർത്താനം പറയാൻ പോകുന്നു, നോൺ സ്റ്റോപ്പായി ചിരിക്കാൻ പോകുന്നു. കുറെ കഥകളുണ്ട് ഈ വരുന്ന ആള് വന്നിട്ട് പറയാനായിട്ട്. ലിറ്റിൽ ഏഞ്ചൽ ആണോ? ലിറ്റിൽ ഏഞ്ചലിൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. അതെ, പിന്നെ ഒരു ഭരണിയായി, കൽക്കണ്ടമായി, അങ്ങനെ ഒരു വെള്ള തുണിക്കകത്തൊരു നേഴ്സ് പൊതിഞ്ഞുകൊണ്ട് നമുക്ക് തന്നവരാണ്. അതെ, നമ്മുടെ നവനീത് കുട്ടനാണ്. എം ജെ അങ്കിൾ ഇവൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിപ്പിക്കാറുണ്ട്. കാരണം ഇന്ന് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി പോവായിരുന്നേ. ഇവിടുന്ന് നമ്മുടെ കഴിഞ്ഞിട്ട് ബ്രേക്ക് ഒക്കെ ആയപ്പോ ഞാൻ പുറത്തു പോയപ്പം എന്നെ കണ്ടിട്ട് അവൻ ഹായ് മീനാക്ഷി ആന്റി എന്ന് എന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ ആന്റി അല്ല, ആദ്യം എനിക്ക് എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇവൻ വിളിച്ചോ, പിന്നെ പറഞ്ഞു തിരിഞ്ഞു നോക്കണ്ടെന്ന് എന്റെ കൂടെ. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തിരിച്ചു വന്നില്ലേ, പോയിട്ട് ഞാൻ തിരിച്ചു വന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഇവ കുഞ്ഞത് മുഖമൊക്കെ അങ്ങ് വാടിയിട്ട് എൻ്റെ അടുത്ത് പറയാം, ആരോ പറഞ്ഞു തോന്നുന്നു ആന്റിന്ന് വിളിക്കരുതെന്ന്. ഓ സോറി മീനൂട്ടി ചേച്ചി, ഞാൻ ആന്റിന്ന് വിളിച്ചതിന്. ഞാൻ പറയാം അതൊന്നും കുഴപ്പമില്ല കേട്ടോ, ഞാൻ ചുമ്മാ കാണിച്ചതാണ്. അങ്ങനെ വിഷമിച്ച ഒരാള് പുറത്തിരിക്കാൻ ഒരു ആന്റി വിളിയോട് കൂടി. ഓക്കെ, പിന്നെ ഞാൻ അതിന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെ കൊടുത്ത് ഞങ്ങളുടെ പ്രശ്നമൊക്കെ സോൾവ് ആയി. ഇപ്പൊ പക്ഷെ വരുന്നുണ്ട്. ഓക്കെ, അതെ, ലെറ്റ്സ് വെൽക്കം നവനീത് കുട്ടൻ ഓൺ സ്റ്റേജ്. ഹലോ ഹലോ ഹലോ, വാ സ്കൂളിൽ പോവാ, ഇങ്ങോട്ട് വാ. ബാഗൊന്നുമില്ല, ഷൂവും സോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അത് വീട്ടിൽ നിന്ന് ഇട്ടെന്നാ. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പോവാ അല്ലേ? അല്ല, സോക്കറാണോ കളിക്കാൻ പോണേ? ഈ ഫുട്ബോൾ ഫുട്ബോൾ അല്ലേ? ഫുട്ബോൾ എന്ന് പറഞ്ഞ സോക്കറാണോ? പിന്നെ ഒരു കാര്യം പറയാം. ഞാന് ഒരു ദിവസം വാഗമൺ പോയപ്പോ അവിടെ ഞാൻ ഡാൻസ് കളിച്ചു. എന്ത് ഡാൻസാ കളിച്ചേ? കാണിച്ചേ സ്റ്റെപ്പ്.
ഇങ്ങനെയാണോ കളിച്ചത്? ശ്ശോ, നമുക്കും ഒന്ന് പോണ്ടായിരുന്നല്ലേ മതങ്ങളെ. ആ ഡിഷ്ടും വേണം. ഇതാണല്ലേ ഡി ജെ? ഇതാണ് DJ. ഡാൻസ് ചെയ്ത് നമ്മൾ ഇത്ര നാള് കണ്ടതൊന്നുമല്ല DJ. ഈ ഡി ജെക്കാണ് ഡാൻസ് ചെയ്തത്. അതെ. നിങ്ങൾക്കറിയോ കിട്ടണിയേട്ടൻ? കിട്ടുണ്ണിയേട്ടൻ. ഹൂസ് കിട്ടുണ്ണിയേട്ടൻ? ഇന്നസെന്റ് അങ്കിൾ. അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നറിയോ? ആരാ? ഇന്നസെന്റ് അങ്കിൾ, പൂജപ്പുര രവി സാർ, പിന്നെ മോഹൻലാൽ അങ്കിൾ, രേവതി ചേച്ചി, പിന്നെ എക്സ്ക്യൂസ് മീ കാക്കത്തൂരി അങ്കിൾ, ജഗദീഷ് അങ്കിൾ. 10 ലക്ഷം കാറും എങ്കിട്ടേരുത് കാമധേനു ആര് വാങ്ങിനാലും ശരി നിശ്ചയമാ അടിക്കും. നീ വലിയ വാചകം അടിക്കണ്ട, ഒരു ടിക്കറ്റ് ഇങ്ങോട്ട് തന്നേ. அப்படியா இந்த வாட்டி பாருங்க உங்களுக்கு தான் ഇത്തവണെങ്കിലും അടിക്കോ? എന്താ നിനക്കൊരടി വേണമെന്നിറാ? ഇരിക്കവിടെ. എന്തിനാടെ ഈ മയിൽക്കുത്തി കുഴിച്ചിട്ട പോലെ ഇവിടെ ഇരിക്കണേ? അതിനിരിക്ക. ഇങ്ങനെ ഉണ്ടൊരു ജന്മം. ചേട്ടാ ആ ടിക്കറ്റ് ഇങ്ങോട്ട് തന്നേ. എന്തിനാ ഇങ്ങോട്ട് തന്നേ? നിനക്കിതിനെ പറ്റി അറിയോ? KL 720784331. ഭഗവാനെ ചേട്ടാ, ഇപ്രാവശ്യം ചേട്ടൻ അടിച്ചിരിക്കും. ഞാനാ പറയുന്നേ. ഇതൊക്കെ എടുക്കുന്നതിന് മുന്നേ ദൈവവിചാരം വേണ്ടേ? നിന്റെ നാക്ക് നല്ലതാണോ എന്റെയോ? ദേ നോക്കിയേ. ശരിയാ ശരിയാ. ഞാനിങ്ങനെ സംസാരിക്കാനാ. അച്ഛൻ കാലത്ത് എണീറ്റ് മുറുക്കി പുറത്തു വന്ന് ഒപ്പം കാണും. വാരുവല്ല കിട്ടുണ്ണിയേട്ടൻ വഴിയുണ്ട്. കിട്ടുണ്ണി താനേ സ്ഥലം വിട്ടോളും. അയാൾ ഇന്നടുത്ത കാമധേനു ലോട്ടറി ടിക്കറ്റിന്റെ നമ്പറായത്. അയാൾക്ക് എഴുത്തും വായനയും ഒന്നും അറിയില്ല. പേപ്പർ നോക്കി അടിച്ചത് ഈ നമ്പറിനാണെന്ന് അയാളെ പറഞ്ഞ് ധരിപ്പിക്കണം. ആ സെക്കൻഡിന് അയാൾ സ്ഥലം വിട്ടോളും. കിട്ടുണ്ണിയേട്ടാ, കാമധേനുവിന്റെ ഫലം. കാമധേനു ലോട്ടറി റിസൾട്ട്സ്. അയ്യാ, ഞാനത് മറന്നു. എന്റെ പൊന്നു സൂര്യഭഗവാനെ, ഇത്തവണെങ്കിലും എന്റെ കാമധേനുവിനെ തന്നെ അടിക്കണേ. ഒന്നാം സമ്മാനം 10 lakhs ആൻഡ് അംബാസഡർ കാറും. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കെ വരെ കണ്ടിട്ടുണ്ട്. L 7200778. ഇതുവരെ ശരിയാണോ കിട്ടുണ്ണിയേട്ടാ? ഇതുവരെ വളരെ ശരിയാ. 4-3-3-1. എന്താ പറഞ്ഞേ? ഒന്നാ അടിച്ചു മാള. എനിക്കൊരു സ്പെഷ്യൽ മാമൻ വന്നിട്ടുണ്ട്. സ്പെഷ്യൽ മാമനോ? അത് ഏത് മാമൻ? ഇതെല്ലാം സ്പെഷ്യൽ മാമൻ. സ്പെഷ്യൽ മാമൻ പേര് സാരംഗ മാമൻ, അമ്മയുടെ അനിയനാ. ആണോ? അതാണ് സ്പെഷ്യൽ മാമൻ. എന്താ സ്പെഷ്യൽ ആവാൻ കാരണം? ഈ മാമൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് സ്പെഷ്യൽ ആണ്. നമ്മള് കടയിലൊക്കെ പോകുമ്പോ സ്പെഷ്യൽ ദോശ എന്നൊക്കെ പറയും. അതുപോലെ സ്പെഷ്യൽ മാമൻ വിൽക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. അച്ഛനെ പോലെ തന്നെ ഒരു എഞ്ചിനീയർ ആണ് എന്റെ മാമൻ. മാമനും ഓക്കെ. അച്ഛൻ എഞ്ചിനീയർ ആണോ? എന്തിന്റെ എഞ്ചിനീയർ? ഇൻഫോസിസ് കമ്പനി. ആദ്യം എന്റെ അച്ഛൻ വേറെ ഏതൊരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ നിന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അച്ഛൻ റിട്ടയർ ആയി വേറെ
പിന്നെ ഇൻഫോ പാർക്കിലോട്ടായി, അവിടുന്ന് റിട്ടയർ ആയി, പിന്നെ ഇൻഫോസിസിലോട്ടായി. ഈ ചെറുപ്രായത്തിൽ എവിടുന്നൊക്കെ പഠിച്ചാണ് അങ്ങനെ ഓരോ സ്ഥലം റിട്ടയർ അതെ, നവനീതം ഇവിടെ എന്തിനാ ആക്ച്വലി വന്നത്? പാട്ടുപാടാൻ. ഈ പാട്ട് പാടാനാണോ വന്നേ? പട്ടി കടിക്കലെ അയ്യപ്പനമ്മയാണ്. എന്നിട്ടെന്താ പറ്റി? കാക്കയും കൊത്തിയില്ല, കടലിലും പോയില്ല. പോയില്ല. അവൻ തന്നെ കഴിച്ചു. അപ്പൊ ഡീറ്റെയിൽസ് പറയാമോ? വർഷം 2000, ഫിലിം അയ്യപ്പനമ്മ നെയ്യപ്പൻ തൊട്ടു, റിലിക്സ് മാത്യു പോൾ സാർ, മ്യൂസിക് ശരത് സാർ, പാടിയത് കോറസ്. ഐ ഡോണ്ട് നോ their name. ഗ്രൂമർ അങ്കിളൊക്കെ നോക്കിയിട്ട് കിട്ടിയില്ല, അതാ. അതുകൊണ്ട് അല്ലെങ്കിൽ പഠിച്ചേനെ. പിന്നെ രാകേഷ് അങ്കിളിനെ ഈ സ്റ്റേജിൽ വെൽക്കം ചെയ്യാൻ പറ്റുമോ? എല്ലാവർക്കും ഒന്ന് കാണണം പ്ലീസ്. കൊച്ചിന്റെ ആഗ്രഹമല്ലേ അറിയട്ടെ, പൊറോട്ട കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതാണ്, അടിക്കാനായിരിക്കും ചിലപ്പോ. ഇങ്ങോട്ട് വാ. മിഠായി മഴ തിന്ന് എന്റെ പല്ല് കേടായി. അത് കാരണം ഒന്നെങ്കില് ടോയ്മഴ. ഒരു കാര്യം ചെയ്താൽ മിഠായി മഴയെന്ന് മിഠായി എടുക്കാതിരുന്നാ പോരെ? അത് പറ്റില്ല, ടോയ്മഴ പെയ്യിപ്പിക്കണ്ടേ? അല്ല, മിഠായി മഴ തരാം, മിഠായി എടുക്കാതിരുന്നാ നീ പെറുക്കണം, വേറെ അങ്ങനെ മഴ കൊച്ചിന് വേണ്ടെന്ന്. നിങ്ങൾ ടോയ് മഴ ടോയ് മഴയാണോ വേണ്ടത്? MJ ഞങ്ങള് സമ്മതിച്ചാലും നമുക്ക് നോക്കാം. എന്തോ പൊട്ടിപ്പോവും മേളിന്ന് വലിച്ചങ്ങിടുമ്പോ. JCB ഒക്കെ അങ്ങ് പൊട്ടിയാവും. ചോദ്യം കഴിഞ്ഞു. ഇനി രാകേഷ് അങ്കിളുടെ സ്വന്തം PCR റൂമിലോട്ട് താങ്കൾ തിരിച്ചു പോയിക്കോളൂ. ആവശ്യം നന്നായി പാടണേ. താങ്ക് യു. വേഗം പോയി ടോയ് മഴ റെഡിയാക്കാൻ നോക്കേ. എടാ മതിയടാ, ഇനി പാട്. രാകേഷ് അങ്കിൾ, താങ്ക് യു. ഇതെല്ലാം നമുക്ക് താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് പറയുന്നു. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഭയങ്കര സന്തോഷം വരുന്നു. എനിക്ക് ഇപ്പൊ പാടണം. ഞാൻ പാടും. പാടിക്കോ പാടിക്കോ പാടിക്കോ. ആ പട്ടി കടിക്കല്ലേ വീട്ടുകാരൻ, ഞങ്ങളെ പട്ടാടി വിക്കട പിള്ളാരാണേ. ആലപ്പുഴക്കാരൻ കോലപ്പൻ സായിപ്പ് പാലപ്പൻ നിന്നപ്പോ പല്ല് പോയേ. നേരാണേ അത് നേരാണേ, പാലപ്പൻ നിന്നപ്പോ പല്ല് പോയേ. ആവലും കൊണ്ട ശാമ്പാലത്തെ കേറി കാലും തെറ്റി പുള്ളി തോട്ടിപ്പോയേ. നേരാണേ അത് നേരാണേ, കാലും തെറ്റി പുള്ളി തോട്ടിപ്പോയേ. അയ്യപ്പനമ്മ നേപ്പും ചൂട്ടിയില്ല, കാക്കയും കൊത്തിയില്ല, കടലിലും പോയില്ല. മഴ മഴ കുട കുട, മഴ വന്നാൽ വീട്ടിൽ പോടാ. മഴ മഴ കുട കുട, മഴ വന്നാൽ ബോബി കുടാ. തട്ടിമുട്ടി 28 10 48, 48 10 98, 98 10 110, 58 68 78 88. സായിപ്പ് മദമെ കൊല്ലത്ത് പോയേ, കൊല്ലം ബോട്ട് മുങ്ങിപ്പോയേ. സായിപ്പ് മദമെ കൊല്ലത്ത് പോയേ, കൊല്ലം ബോട്ട് മുങ്ങിപ്പോയേ. എന്നിട്ട് ബാക്കി അറിയത്തില്ലേ, ബാക്കി അറിയത്തില്ലേ, ബാക്കി അറിയത്തില്ലേ, ബാക്കി മറന്നോയേ. ശിങ്കിടി ശിപ്പാലേ ശിപ്പാലേ ശിപ്പാലേ, ശിങ്കിടി ശിപ്പാലേ അശിപ്പാലേ അശിപ്പാലേ. ഏട്ടിനും പതേ പത്തിനും പതണ്ടപ്പൂപ്പന്റെ ചിക്കിട്ടാനെ കുത്തിയേ. നേരാണേ അത് നേരാണേ, അപ്പൂപ്പന്റെ ചിക്കിട്ടാനെ കുത്തിയേ. രാരിത്തമ്മേ
സൂപ്പർ സൂപ്പർ. What a brilliant performance. നവനീത് കുട്ടൻ അടിപൊളിയേ. നവനീത് കുട്ടന്റെ പാട്ടും അടിപൊളി ഡാൻസും പൊളി പൊളിയേ. ലാസ്റ്റ് ഒരു DJ പെർഫോമൻസ് അല്ലേ? അതെ 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 അതെ. പാർവണ കുട്ടി, ഋതുവീണ, കേരേട്ട, ഗൗതം. നവനീതം പട്ടി കടിക്കാൻ വന്നത് എന്ത് ചെയ്യും? സപ്പോസ് ഒരു പട്ടി നമ്മളെ കടിക്കാൻ വന്നാ എന്ത് അപ്പൊ ചെയ്യും? നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ അനങ്ങാതെ അനങ്ങാണ്ട് നിൽക്കണം. ബാക്കി പട്ടി ചെയ്തോളും, നമ്മളൊന്നും ചെയ്യണ്ട. അപ്പ പട്ടി മിണ്ടാതെ അങ്ങോട്ട് വെക്കോളും. എന്ത് ഇടയ്ക്ക് ഒരു കണക്കുണ്ടായിരുന്നല്ലോ, 28 10 48 48 10 98. Wow. പിന്നെ 98 10 110. 110. ഞാനാണ് ഈ വരി എഴുതിയത്, നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ഇതൊക്കെ എങ്ങനെ കാണാൻ പഠിച്ചത്? അമ്മയെ എന്റെ അമ്മുമ്മയും കൂടെ പഠിപ്പിച്ചു തന്നതാ. എത്ര ദിവസം എടുത്ത് ഇത് പഠിക്കാൻ? ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു, 5 ദിവസം. ബാക്കിലേക്ക് 5ാമത്തെ ദിവസമാണ് റിവേഴ്സ്. ഓർക്കസ്ട്ര. 6ാമത്തെ ദിവസമാണ് ഇന്ന്. എന്ത് രസമായിട്ട് പാടണേ. താങ്ക് യു. നാളെ ശരിയായോ? ശരിയായോ? പിന്നെ കാക്ക ഗാഖങ്ങ ശരിയായോ? അത് സാധനം തിരിഞ്ഞുപോയി. തിരിഞ്ഞുപോയി. തിരിഞ്ഞു മറിഞ്ഞ് പാട്ടോ ഇത്. അതെ അതെ. തിരിഞ്ഞുപോയി. എങ്ങനെയുണ്ടായിരുന്നു വരിയൊക്കെ പഠിക്കാൻ? ബുദ്ധിമുട്ടിയോ? സിമ്പിൾ. ഇതിൽ ഏറ്റവും സിമ്പിളായി പഠിച്ച വരി ഏതാ? പല്ലവി. അതായത് മൊത്തം പാട്ട് എളുപ്പമായിരുന്നു പെട്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോടാന്ന് പറയും. അതെ പറയട്ടെ? അന്ന് വേഗം അവന് മുട്ടായി മഴ. കണ്ടു കുട്ടച്ചനെ. എടാ 10 വരെയാണ്, അതിനുള്ളിൽ എടുക്കണം കേട്ടോ. നോക്കി നിന്ന സമയം പോകും. പല്ല് കംപ്ലൈന്റ് ആവോ? 1 2 വേഗം 10 വരെ ഉള്ളൂ. 4 5 6 7 8 9 10. ഓക്കെ ഗുഡ് ബോയ്. എല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ടാറ്റാ, ബൈ ബൈ. ഗുഡ് നൈറ്റ്. മീനുട്ടി, എന്തോ ആര്യക്കുട്ടി, ഓ നിങ്ങൾ രണ്ടുപേരും ഈ വിൻസ്മേരയുടെ ഈ ആഭരണങ്ങളിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഇരിക്കണ കാണുമ്പോ മധുവിന്റെ മനസ്സിൽ ഒരു ഗാനം പൂവിടുകയാണ്. അതെ. സുന്ദരൻ ലോക സുന്ദരൻ ത്രിലോക സുന്ദരൻ ലോക സുന്ദരൻ വരാഞ്ഞാലയേ ചൊൽക കിമ്മേ. മധുകൾ, ഇനി നമ്മൾ കുറച്ച് പിന്നിലേക്ക് പോകാൻ പോവാണ്. റെട്രോ റിവൈൻഡ് ആണ് വരാൻ പോകുന്നത്. അത് മാത്രല്ല മധുകൾ ഇങ്ങനെ ലോങ് യാത്ര കഴിഞ്ഞൊരു ക്ഷീണം വരുന്നില്ലേ? ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയ ഒരു പാട്ടാ വരാൻ പോകുന്നത്. അതെ, അങ്ങനെ നല്ലോണം മധുകളുടെ ഉറക്കാനായിട്ട് ഒരാളെത്താൻ പോവാണ് നമ്മുടെ ദിയക്കുട്ടി. ലെറ്റ്സ് വെൽക്കം ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ് ദിയ. വെൽക്കം ദിയക്കുട്ടി. അതെ, എന്തോ എന്തൊക്കെ പറയണത്? എന്തോന്ന് വെച്ചിട്ടൊരു വലി പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ന് പാട്ട് ചെയ്ത് ഒരു കൊച്ചു സ്വപ്നത്തിൽ. വെരി ഗുഡ്. ബാക്കി ഡീറ്റെയിൽസ് ലിറിസിസ്റ്റ് പി ഭാസ്കരൻ മാഷ്, പാടിയത് ജാനകി അമ്മ, ഫിലിം തറവാട്ടമ്മ, വർഷം 1966. വെരി ഗുഡ്. അടുത്ത് കമ്പോസ് ചെയ്ത് പാടിയ പാട്ടാണ്. അതെ, കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ ടീനേജറിലായിരുന്നു ഇത് സിനിമ ഉണ്ടാവുമ്പോ. നന്നായിട്ട് പാടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു നോക്കു കാണാൻ ഒരു വാക്കു കേൾക്കാൻ ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ പട്ടുപോലുള്ളോരാ പാദങ്ങൾ രണ്ടും കെട്ടിപ്പിടിച്ചൊന്നു പൊട്ടിക്കരയാൻ പട്ടുപോലുള്ളോരാ പാദങ്ങൾ രണ്ടും കെട്ടിപ്പിടിച്ചൊന്നു പൊട്ടിക്കരയാൻ മുറിവേറ്റു നീറുന്ന വിരിമാറിലിൻ്റെ വിരലിനാൽ തഴുകി വെണ്ണ പുരട്ടാൻ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ എന്നും ഞാൻ ചെന്നു വിളിച്ചില്ലെങ്കിൽ ഉണ്ണിൽ ഉറങ്ങില്ല മൽജീവനാഥൻ എന്നും ഞാൻ ചെന്നു വിളിച്ചില്ലെങ്കിൽ ഉണ്ണിൽ ഉറങ്ങില്ല മൽജീവനാഥൻ ഉള്ളിൽ കിടക്കുമേ ഉണ്ണിതൻ അച്ഛന് കണ്ണോട് കണ്ടെന്നു കാണിക്കും ദൈവം ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ഒരു നോക്കു കാണാൻ ഒരു വാക്കു കേൾക്കാൻ ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ ആഹാ വെരി നൈസ് സൂപ്പർ വെരി നൈസ് കലക്കി വെണ്ണിലവ് കണ്ണ് വച്ച വെണ്ണക്കുടമേ വെള്ളി വെയിലും വച്ച പാദസരമേ എന്റെ നെഞ്ചിൽ ഒരു പാട്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ലിറിക്സ് എന്ന് പറയുന്നത് ഒരു ചിന്തയെ ചിന്തിപ്പിക്കണം. അതിന്റെ സംഗീതം എന്ന് പറയുന്നത് ഒരു അനുഭവത്തെ അനുഭവിപ്പിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ പാട്ട് എന്ന് പറയുന്നത് ഒരു ചിന്തയെ അനുഭവിപ്പിക്കുന്നതാണ്. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യമാണ്. കാരണം ഞാൻ മതി മറന്നുപോയി. ഇവിടെയാണെന്നോ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ അറിയാതെ അവിടെ ഇരുന്നത് കേട്ടുപോയി. അതിന് കാരണം നമ്മുടെ കുഞ്ഞിത് അസാധ്യമായിട്ട് പാടിയുന്നുണ്ട്. എന്നും ഞാൻ ചെന്നു വിളിച്ചില്ലെങ്കിൽ ഉണ്ണിൽ ഉറങ്ങില്ല മൽജീവനാഥൻ ഉള്ളിൽ കിടക്കുമേ. ഒരുപാട് പേര് പല കാലങ്ങളിലൂടെ ഈ പാട്ട് പാടാനായിട്ടുള്ള ശ്രമങ്ങളാണ്. പക്ഷെ അതൊക്കെ അനുഭവമായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് തീർച്ചയായിട്ടും പറയാം, 100% പറയാം, അതെ, ഇത് ഒരു അനുഭവമാണ് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഉള്ളില് ഏതൊക്കെ നോട്ട്സ് പോകുന്നു അല്ലെങ്കിൽ ഏതൊക്കെ എക്സ്പ്രഷൻസ് പോകുന്നു എന്നൊന്നും ഇങ്ങനെ നോക്കിയിരുന്നില്ല. അവിടെ നോക്കിയാൽ എത്തൂല. കാരണം ബാബുക്ക അങ്ങനെയാണ്. അതെ, അതൊരു നോക്കത്താ ദൂരമാണ്. അവിടെ കണ്ണു നട്ടിട്ട് കാര്യമില്ല. അത് ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ടതാണ്. ഇതൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ടാലന്റ് ഉള്ള ഒരാൾക്ക് മാത്രമാണ്
ഇത് ഈ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാനെങ്കിലും പറ്റുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് ദിയക്കുട്ടി പലപ്പോഴും അങ്കിൾ പറഞ്ഞിട്ടുണ്ട്. അങ്കിളുടെ ഹൃദയം നിറഞ്ഞാണ് പറയുന്നത് കേട്ടോ. ജാനകിയമ്മയുടെ തന്നെ ഇഷ്ടംപോലെ പാട്ടുകൾ ബാബുക്കയുടെ. ജാനകിയമ്മ ബാബുക്കയെ പറ്റി പറയുമ്പോഴത്തേക്കും ജാനകിയമ്മയുടെ കണ്ണ് നിറയാറുണ്ട്. ഞാനൊരു ഇന്റർവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യമുണ്ടായി ജാനകിയമ്മയെ. അന്ന് ബാബുക്കയെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ കണ്ണ് നിറഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ ആ സംഗീതം കേൾക്കുമ്പോഴും നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും. അപ്പോൾ ഒരു കൊച്ചു സ്വപ്നത്തിൻ, അല്ലെങ്കിൽ സൂര്യകാന്തി, അല്ലെങ്കിൽ അവിടുന്നൻ ഗാനം കേൾക്കാൻ, അല്ലെങ്കിൽ തേടുന്നതാരെ ഈ ശൂന്യതയിൽ ഈറൻ മിഴികളെ എന്നുള്ള പാട്ടുകൾ ഒക്കെ നമുക്ക് മറക്കാൻ പറ്റാത്തതാണ്. എനിക്കും എൻ്റെ മുമ്പിലുള്ള ജനറേഷനുമാണ് ശരിക്കും അത് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കുഞ്ഞ് ഇത് ക്ലാസിക് റിവൈവലും കൂടെയാണ്. അതെ, നമ്മുടെ കുഞ്ഞ് 65 കണ്ടുള്ള പാട്ടല്ലേ, 66-ലുള്ളതാണ്. അത്രയും കാലത്തിന് മുന്നേ ഉള്ള ഒരു പാട്ട് ഇപ്പോൾ നമ്മുടെ കുഞ്ഞ് ഏറ്റവും പുതിയ ജനറേഷന്റെ ഐഡന്റിറ്റി ആയിട്ട് ഈ പാട്ട് വരുന്നു എന്നുള്ളത് വലിയൊരു അഭിമാനമായിട്ടാണ് കാണുന്നത്. ചിറകുമായ അവിടത്തെ, അത് പല രീതികളുണ്ടല്ലോ. അത് ഓരോന്ന് ഒന്നുകൂടെ പാടി കൊതിയുണ്ടോ ചോദിക്കണേ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ. അടുത്ത വേരിയേഷൻ. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ. അടുത്ത്. ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായവിടുത്തെ. ഇത് കൊച്ചു സ്വപ്നമല്ല കേട്ടോ, ഇതൊരു വലിയ സ്വപ്നമാണ്. മ്യൂസിക് ഒരു വലിയ ഡ്രീം ആയിരിക്കണം എന്റെ മകൾക്ക് കേട്ടോ. ദിയക്കുട്ടി, എനിക്ക് ബാബുക്കായുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നാറുള്ളത് ഒരു ശുദ്ധ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സംഗീതം, ശുദ്ധ സംഗീതത്തിൻ്റെ അതിൻ്റെ ശുദ്ധതയുടെ ഒരു പരിപൂർണമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു രൂപം, അത് എനിക്ക് ബാബുക്കയുടെ സംഗീതത്തിൽ കാണാറുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടിൽ ഒരു ഹിന്ദുസ്ഥാനി ചായ്വാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഗീത സംവിധായകനാണ്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയണ്ട, മലബാർ സൈഡ് എന്ന് പറഞ്ഞാൽ ബാബുക്കയുടെ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന, രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആൾക്കാരാണ് അവിടെ മുഴുവനും. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ മോള് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്, മോളിവിടെ വന്ന് നിൽക്കുമ്പോഴും ആ സ്റ്റൈല് മാനറിസത്തിൽ വരെ ഒരു പ്രൊഫഷണലിസം ഉണ്ട്. പാട്ട് പാടുമ്പോഴും അത് വളരെ വളരെ തെളിഞ്ഞു കാണുന്നുണ്ട്. ഒരു പ്രൊഫഷണലിസം മോളുടെ പാട്ടിലുണ്ട് കേട്ടോ. അതെനിക്ക് എപ്പോഴും തോന്നുന്ന കാര്യമാണ്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഒരു പിന്നണി ഗായികയുടെ സർവ്വലക്ഷണങ്ങളും തികഞ്ഞ ആളാണിപ്പോൾ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ പോട്ടെ, പ്രാക്ടീസ് ചെയ്തതുപോലെ തന്നെ നല്ല രീതിയിൽ പോട്ടെ. എനിക്കും വളരെ വളരെ ഇഷ്ടപ്പെട്ടു. ഒന്ന് പാടിയത് ഒന്നും പറയാനില്ല, അത്രയ്ക്ക് മനോഹരമായിട്ട് പാടി, നല്ല ഭാവത്തോടു കൂടി പാടി, ഉഗ്രനായിരുന്നു കേട്ടോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അവിടെ നോട്ട് പോയി ഇവിടെ നോട്ട് പോയി എന്നൊന്നും പറയാൻ ഇതിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം പാട്ട് അത്ര മനോഹരമാക്കി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ് യു. നോട്ടിന്റെ ഒരു പെർഫെക്ഷനേക്കാളും അതിന് കൊടുത്തൊരു ഫീൽ, അതിനോടുള്ള ഇൻവോൾവ്മെന്റ്, അതിലത്തെ ഓരോ ഭാഗത്തിലും ദിയക്കുട്ടി കൊടുത്ത ശ്രദ്ധ, അതിനാണ് കുറച്ചും കൂടെ വാല്യൂ വരുന്നത് ഇവിടെ. അപ്പോൾ അവിടെ ഒരു നോട്ടിനോ ഒരു ഗ്ലുമായി പോയതിനോ ഒരു വിഷയമല്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു ഇമോഷൻ ഇങ്ങോട്ടേക്ക് കിട്ടി നമുക്ക് 3 പേർക്കും. വേണ്ടത് എന്താണോ അത് കിട്ടി. പാട്ടിന് എന്താണോ വേണ്ടത് എക്സാക്ട്ലി അത് കിട്ടി. മാത്രമല്ല എനിക്ക് ഫീൽ ചെയ്തത്, എനിക്ക് ദിയക്കുട്ടീനെയും ഈ പാട്ടിൽ കാണാമായിരുന്നു. ഇതിൽ ജാനകി അമ്മ പാടിയതാണ്, പക്ഷെ എനിക്ക് ദിയക്കുട്ടിയെയും എവിടെയൊക്കെയോ എനിക്ക് കേൾക്കാനുണ്ടായിരുന്നു ഈ പാട്ടിന്റെ പല ഭാഗങ്ങളിലും. യെസ്, വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ. അത് ഇൻഡിവിജ്വാലിറ്റി, എക്സാക്ട്ലി. അത് അങ്ങനെയൊന്നും എല്ലാവർക്കും പറ്റില്ല. അത് ആസ് ഹി സെഡ്, യു ആർ എ പ്രൊഫഷണൽ. അത് ഇപ്പം തന്നെ അത് കാണാനുണ്ട്. ബ്യൂട്ടിഫുള്ളി സങ്. യു ആർ അമേസിങ് ടാലന്റഡ് സിംഗർ. വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു ചേച്ചി. ഇത് ബാബുക്കയുടെ പാട്ടാണ്, ദിയക്കുട്ടിയുടെ പാട്ടാണ്. ഇത് ഒരു മധുര മഴയിലൊന്നും നിൽക്കൂല. പോരട്ടെ അങ്ങനെ ഒരു ഡബിൾ മധുര മഴ. യു ആർ അവാർഡഡ് 100 out of 100. ഇത്ര നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആയതുകൊണ്ട് നമ്മുടെ ജഡ്ജസിനെ 2 പേരെയും സ്റ്റേജിലേക്ക് വിളിക്കാം, അല്ലെ? എന്നാലേ കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ ലെറ്റ്സ് വെൽക്കം മധു അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. ദിയക്കുട്ടിക്ക് ബിലീവ് ആയിട്ടുണ്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ. എം ജെ അങ്കിൾ,
നമുക്ക് നല്ലൊരു മൊമെന്റ് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡില് ദിയക്കുട്ടി വന്ന് ഇത്ര നന്നായിട്ട് പാടി നമുക്ക് മിഠായി മഴയൊക്കെ കോരി വാരിച്ചോരി വന്നു. അപ്പൊ ഞങ്ങളെല്ലാം ഒത്തിരി അതാ വാരിക്കോരി എന്ന് പറയാറില്ലേ? ഞങ്ങള് പറയാറുണ്ട് സ്നേഹമൊക്കെ വാരിക്കോരി കൊടുക്കുന്നു. എന്തായാലും കാര്യം മനസ്സിലായല്ലോ. വാരിക്കോരി ഇട്ടു മധുരമഴ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നല്ലൊരു മൊമെന്റ് ആയിരുന്നു. നമ്മുടെ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഇത്. നമുക്ക് നാളത്തേക്ക് വീണ്ടും ടോപ്പ് സിംഗറിന്റെ എപ്പിസോഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു എനർജി തരുന്ന കാര്യമാണ് ഇങ്ങനത്തെ പാട്ടുകളൊക്കെ വന്ന് ദിയക്കുട്ടിയെ പോലുള്ള സിംഗേഴ്സ് ഇങ്ങനെ വന്ന് പാടുന്നു. അതെ, ഇത്രയും കുഞ്ഞുമണി സിംഗേഴ്സ് ഇങ്ങനെ വന്ന് പാടുന്നു എന്നുള്ളത് ഒത്തിരി പേർക്ക് നല്ല നല്ല പാട്ട് കേൾക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു എനർജിയാണ്. സോ ആ എനർജിയുമായിട്ട് നമ്മൾ അടുത്ത ദിവസം വീണ്ടും കാണും. ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ. റെസൊല്യൂഷൻ